ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാലി മോഗന്റെ ദ ലെറ്റർ എന്ന ചെറുകഥയാണ്. സോ വിത്തൗട്ട് എനി ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. സാലി മോഗന്റെ ദ ലെറ്റർ എന്ന ചെറുകഥ ഓസ്ട്രേലിയയിലെ വെള്ളക്കാർ അബോർജിൻ പോപ്പുലേഷന്റെ മേൽ നടത്തിയ അക്രമത്തിന്റെ ഒരു ഹൃദയസ്പർശിയായ അവതരണമാണ്. ആൻ ബെസ്റ്റിയാണ് ഈ ചെറുകഥയുടെ നരേറ്റർ. ഏർലി മോഡേൺ ഓസ്ട്രേലിയയിൽ നിലനിന്നിരുന്ന മനുഷ്യരഹിതമായ പോളിസീസിന് എതിരെയുള്ള ഒരു വിമർശന കഥയാണിത്. ഓസ്ട്രേലിയൻ അബോർജിൻ ആയിട്ടുള്ള 2 തലമുറകളെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഈ കഥ. നെല്ലിയുടെ മകളായ എലൈനെ അധികാരികൾ കൊണ്ടുപോവുകയാണ്. കറുത്ത നിറമുള്ള അമ്മയിൽ നിന്ന് അകന്നു വളരുന്നതാണ് എലൈന് നല്ലതെന്ന് ഈ വംശീയ ഭരണകൂടം തീരുമാനിക്കുകയാണ്. നെല്ലിക്ക് ഒരു വെള്ളക്കാരനിൽ നിന്ന് നേരിടേണ്ടി വന്ന പീഡനത്തിൽ നിന്നാണ് എലൈൻ ജനിക്കുന്നത്. പിന്നീട് നഷ്ടപ്പെട്ട മോളെ അന്വേഷിച്ച് വർഷങ്ങളോളം നെല്ലി ചിലവഴിക്കുന്നുണ്ട്. അവസാനം നെല്ലി എലൈൻ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം അവൾക്ക് നിരന്തരം കത്തുകൾ അയക്കാൻ തുടങ്ങുന്നു. എന്നാൽ മറുവശത്ത് എലൈനെ ഒരു വൈറ്റ് ഫാമിലി ദത്തെടുത്തിരിക്കുന്നു. നെല്ലിയുടെ അപേക്ഷകൾ പരിഗണിക്കാൻ പോലും ഈ മകൾ തയ്യാറായിരുന്നില്ല. എല്ലാ കത്തുകളും അവൾ തിരിച്ചയക്കുകയാണ്. നെല്ലിക്ക് തന്റെ സഹോദരിയുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ അവസാനം എലൈനുള്ള അവസാന കത്തും കൂടെ കുട്ടിക്കാലത്തെ കുറച്ച് അമൂല്യമായ ഫോട്ടോകളും അവൾ സഹോദരിയെ ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം നെല്ലി മരിക്കുകയാണ് ചെയ്യുന്നത്. നെല്ലിയുടെ അവസാന കത്തും ഫോട്ടോഗ്രാഫ്സും കണ്ട് സത്യം മനസ്സിലാക്കിയ എലൈൻ അമ്മയെ കാണാനുള്ള അതിയായ ആഗ്രഹം ആണ്ടിനെ വിളിച്ചറിയിക്കുന്നു. എന്നാൽ അമ്മ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തത്ര ദൂരം അകന്നുപോയി എന്ന വിവരം ഈ മകൾ അറിയുന്നതുമില്ല. സോ ഇതാണ് ദ ലെറ്റർ എന്ന ചെറുകഥയുടെ സമ്മറി. ഇനി നമുക്ക് ഇതിലെ കീ തീംസ് എന്തൊക്കെയെന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് എൻജറിംഗ് ലവ്, സെക്കൻഡ് വൺ ഐഡന്റിറ്റി ആൻഡ് ബിലോങ്ങിങ്, തേർഡ് വൺ റേസിസം ആൻഡ് ഡിസ്ക്രിമിനേഷൻ, ഫോർത്ത് വൺ ലോസ് ആൻഡ് സെപ്പറേഷൻ ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് സ്റ്റോളൻ ജനറേഷൻ. സോ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലെ കീ തീംസ് എന്ന് പറയുന്നത്. സോ ഇൻ കൺക്ലൂഷൻ നമുക്ക് എന്തു പറയാം? തീർച്ചയായും സാലി മോഗന്റെ ദ ലെറ്റർ എന്ന ചെറുകഥ ഓസ്ട്രേലിയയിലെ അബോർജിൻ പോപ്പുലേഷൻ അനുഭവിക്കേണ്ടി വന്ന ഇൻജസ്റ്റിസ്, ട്രോമകളുടെയും ഒരു ടച്ചിങ് റിമൈൻഡർ തന്നെയാണ് ഈ ചെറുകഥ എന്നത്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വല്ല ഡീറ്റെയിൽസും വേണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. നൗ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേസ് വീഡിയോ. If you think my videos are useful, please consider supporting, and thank you for watching.